ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യയിലെ കേന്ദ്ര എക്സിക്യൂട്ടീവ്, അതിനകത്ത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നീ സ്ഥാനങ്ങളെക്കുറിച്ചും അതിന് ആവശ്യമായ യോഗ്യതകളെക്കുറിച്ചും അവരുടെ അധികാരങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചാണ്. പാർലമെൻ്ററി സമ്പ്രദായത്തിലുള്ള ഭരണകൂടമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്. മറ്റേതൊരു രീതിയിലുള്ള സർക്കാരിനേക്കാളും ജനാധിപത്യപരവും ഉത്തരവാദിത്വപൂർണവുമായ ഒന്നാണ് ഈ രീതി. കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നതിനുള്ള വ്യക്തമായ വ്യവസ്ഥ ഭരണഘടനയിലുണ്ട്. ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണത്തിൽ പ്രസിഡൻറ്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് പ്രസിഡൻ്റാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. ഒരു മന്ത്രിയുടെ രാജിയെ സംബന്ധിച്ചോ പുറത്താക്കലിനെ സംബന്ധിച്ചോ ഭരണഘടനയിൽ ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും മന്ത്രി പാർലമെൻറ്റിൽ അംഗമല്ലെങ്കിൽ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. മന്ത്രിസഭയുടെ കാലാവധി. പ്രസിഡൻറ്റിന് താൽപ്പര്യമുള്ളിടത്തോളം കാലം മന്ത്രിമാർക്ക് അധികാരത്തിൽ തുടരാം എന്നാണ് ഭരണഘടന പറയുന്നത്. അതിനാൽ മന്ത്രിസഭാ അംഗങ്ങളുടെ കാലാവധി നിശ്ചയിച്ചിട്ടില്ല. പ്രസിഡൻറ്റിന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിയെയോ മന്ത്രിമാരെ മൊത്തത്തിലോ പുറത്താക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ലോകസഭയുടെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു മന്ത്രിസഭയെ പുറത്താക്കാൻ പ്രസിഡൻറ്റിന് കഴിയില്ല. കാലാവധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകസഭയുടെ വിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം പ്രധാനമന്ത്രി അധ്യക്ഷനായ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരുവാൻ കഴിയും. ലാസ്റ്റ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, their functions, powers and qualification. Today we are going to discuss about a Union Council of Ministers. The Constitution of India has adopted parliamentary system of government. It is more democratic and responsible for than any other system of government. The Constitution has made clear provision for setting up of a Council of Ministers at the center. Article 74 says that there shall be a Council of Ministers with Prime Minister at the head to aid and advise the President in the exercise of his functions. The Constitution is absolutely silent about the conditions in which the dismissal of a minister or their resignation take places. If a minister is not a member of the parliament, he should secure a seat in parliament within 6 months of his appointment. Tenure of office. The Constitution says that the ministers shall hold office during the pressure of the president. That is, not tenure of office has been prescribed for office of the Council of Ministers. The president may dismiss a minister or all ministers on his direction, but actually the president cannot dismiss a ministry which enjoys confidence of the Lok Sabha. Thus, as regards tenure, the Union Council of Ministers remains in power so long as it commands the confidence of the Lok Sabha. കൂട്ടുത്തരവാദിത്തം. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെൻ്ററി ഭരണസമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കൂട്ടുത്തരവാദിത്തം. ഓരോ മന്ത്രിക്കും അവരുടെ വകുപ്പുകളിലെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും മാത്രമല്ല മറ്റു വകുപ്പുകളിലെ പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഒരു മന്ത്രിക്ക് മറ്റു വകുപ്പിലെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മന്ത്രിസഭാ യോഗത്തിൽ ആണ് ഉന്നയിക്കേണ്ടത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്തായാലും എല്ലാ മന്ത്രിമാരും അത് അനുസരിക്കാനും ന്യായീകരിക്കാനും ബാധ്യതയുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു മന്ത്രിസഭാ തീരുമാനത്തോട് യോജിക്കുന്നില്ലെങ്കിൽ അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ലോകസഭയോട് മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ മന്ത്രിസഭയെ പുറത്താക്കുന്നതിനുള്ള അധികാരം ലോകസഭയ്ക്കുണ്ട്. ഓരോ വകുപ്പിലെയും പ്രവർത്തനം സംബന്ധിച്ച് മന്ത്രിമാർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും. മന്ത്രിമാർക്ക്
ഉദ്യോഗസ്ഥന്മാരെ പഴിചാരി അവരുടെ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല. Collective responsibility. The Constitution very clearly says that the Council of Ministers shall be collectively responsible to the Lok Sabha. Collective responsibility is an important feature of the parliamentary form of government. Every minister is responsible not only for the decisions and actions of his own department, but also for those of the other departments. If a minister has a difference of opinion about the decisions and the actions of any other department, he must raise the issue in the cabinet. Decisions taken by the cabinet must be supported and defended by all ministers. If any minister is not willing to agree with the decisions of the cabinet, he has to resign from the Council of Ministers. Collective responsibility further implies that the Council of Ministers is answerable to the Lok Sabha. The Lok Sabha can drive out the government from power if it feels that the performance of the minister is not satisfactory. Ministers are also individually responsible for what happens within the field of activities assigned to them. They cannot defend themselves by blaming their officials. വിവിധ തരം മന്ത്രിമാർ. 3 തരത്തിലുള്ള മന്ത്രിമാരാണുള്ളത്. ഈ ചാർട്ട് കാണിക്കുന്ന പോലെ ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ. 1947 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർക്കെല്ലാം തുല്യ പദവിയായിരുന്നു. സീനിയർ മന്ത്രിമാരും ജൂനിയർ മന്ത്രിമാരും തമ്മിലോ ക്യാബിനറ്റും മന്ത്രിസഭയും തമ്മിലോ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. 1947 ജവഹർലാൽ നെഹ്റു ഗോപാലസ്വാമി അയ്യങ്കാരോട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആരാഞ്ഞു. 3 തരത്തിലുള്ള മന്ത്രിമാരെയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ നിയന്ത്രണം മുതിർന്ന മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ക്യാബിനറ്റിൽ തന്നെയായിരിക്കും. ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്ന രീതിയിലാണ് മന്ത്രിമാരെ തരംതിരിച്ചത്. മന്ത്രിസഭയുടെ കേന്ദ്ര ബിന്ദുവായ ക്യാബിനറ്റ് മന്ത്രിമാർ മറ്റു മന്ത്രിമാരെക്കാൾ ഉയർന്ന പദവി ഉള്ളവരാണ്. അവർക്ക് ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാം. സഹമന്ത്രിമാർ ക്ഷണിക്കപ്പെടുന്ന അവസരങ്ങളിൽ മാത്രമേ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉപമന്ത്രിമാർ സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപമന്ത്രിമാരുടെ പദവി വളരെ താഴെയായതുകൊണ്ട് അവരെ ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാറില്ല. ടൈപ്സ് ഓഫ് മിനിസ്റ്റേഴ്സ്. There are 3 types of ministers: cabinet ministers, ministers of state and deputy ministers. On August 15, 1947, all ministers except the Prime Minister were of the same rank. There was no distinction between senior ministers and junior ministers or between the cabinet and the ministry. In 1947, Pandit Nehru asked Mr. Gopalaswamy Iyengar to formulate a proposal for reorganizing the government. He proposed 3 types of ministers, but effective authority was to be placed in the hands of the cabinet consisting of very senior ministers. The 3 types are cabinet ministers, ministers of state and deputy ministers. The cabinet ministers who form the inner circle are higher in rank than other type of ministers. They have the right to attend the cabinet meetings. Then ministers of state. The ministers of state can be present at the cabinet meeting only when they are invited. Then deputy ministers. Deputy ministers work under the ministers of state and they are not invited to attend the cabinet meeting. Then ക്യാബിനറ്റും മന്ത്രിസഭയും. ക്യാബിനറ്റിൽ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മുതിർന്ന മന്ത്രിമാർ മാത്രമാണ് ഉണ്ടാവുക. മന്ത്രിസഭയിലാകട്ടെ എല്ലാ മന്ത്രിമാരും ഉൾപ്പെട്ടിരിക്കും. മൊത്തം മന്ത്രിമാരുടെ പേരിലാണ് ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത്. ക്യാബിനറ്റ് സർക്കാരിൻ്റെ മൊത്തം നിയന്ത്രണങ്ങളുള്ളതിനാൽ മൊത്തം ഭരണത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരു മന്ത്രി സ്ഥാനമേൽക്കുമ്പോൾ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. ചിലപ്പോൾ മന്ത്രിസഭയിലെ പ്രമുഖരായ വ്യക്തികളെ ഉപപ്രധാനമന്ത്രിമാരായി നിയമിക്കാറുണ്ട്.
സാധാരണഗതിയിൽ എല്ലാ മന്ത്രിമാർക്കും ഓരോ വകുപ്പായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ചിലപ്പോൾ വകുപ്പില്ലാത്ത മന്ത്രിമാരും ഉണ്ടാകാറുണ്ട്. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും കമ്മിറ്റികൾ വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. സ്വയം പാർലമെൻറ്റ് തന്നെ ഒരു കമ്മിറ്റിയാണ്. ക്യാബിനറ്റും വിവിധ കമ്മിറ്റികൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കമ്മിറ്റികൾ രാഷ്ട്രീയകാര്യ സമിതി, രാജ്യരക്ഷാ സമിതി, ധനകാര്യ സമിതി, വിദേശകാര്യ സമിതി, പാർലമെൻ്ററി കാര്യ സമിതി, ക്യാബിനറ്റിനെ കർത്തവ്യ നിർവഹണത്തിൽ സഹായിക്കുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ക്യാബിനറ്റ് ആൻഡ് മിനിസ്റ്ററി. ദ ക്യാബിനറ്റ് കൺസിസ്റ്റ് of a group of very senior ministers who are in charge of important departments, whereas the ministers include all ministers. The cabinet acts in the name of entire council of ministers. The cabinet holds the supreme control of the government and as such is responsible for the entire administration. When one becomes a minister, the president administers to him the oath of office and secrecy. Parliament by law determines the salaries and allowances of the ministers. Normally every minister has a portfolio, but sometimes a minister may be designated as a minister without portfolio. Much of the work of the council of ministers is done through a number of committees. The cabinet, which itself is a committee of parliament, works through a number of committees. Some important committees are the Political Affairs Committee, the Defense Committee, the Economic Affairs Committee, Foreign Affairs Committee, the Parliamentary Affairs Committee. There is a Cabinet Secretariat headed by the Cabinet Secretary to help the Cabinet in the discharge of their responsibilities. Functions of the Council of Ministers. മന്ത്രിമാരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, the most important function of the Union Council of Ministers is to govern the country. ഒന്നാമത്തെ മന്ത്രിമാരുടെ ചുമതല എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, the ministry has to ensure complete peace and order in the country. രാജ്യം ഭരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. Third one, the union government has to protect the boundaries of the country and protect the nations from external aggression. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റം സംരക്ഷിക്കുക എന്നുള്ളത്. അടുത്തത്, the Council of Ministers has to maintain diplomatic relation with foreign state. മറ്റ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കേണ്ടതും മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്. The Union Council of Ministers should promote the social and economic welfare of the people. ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മന്ത്രിമാരുടെ മറ്റൊരു ചുമതല. It determines the national policy, coordinates works of the different departments, draft bills and ordinances and pilot legislation. വിവിധ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കേണ്ടതും ആവശ്യമായ നിയമങ്ങളുടെ കരട് തയ്യാറാക്കേണ്ടതും ഒക്കെ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്. The Council of Ministers take decisions regarding national economic planning, defense and committee. രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ആസൂത്രണം, പ്രതിരോധം, വാണിജ്യം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്. ഇനി മന്ത്രിസഭയുടെ വലിപ്പം എത്രയാണ് എന്നുള്ളതാണ്. അതാത് കാലത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസഭയുടെ വലിപ്പം കണക്കാക്കുന്നത്. 2003 91 ഭേദഗതി അനുസരിച്ച് മന്ത്രിസഭയുടെ രൂപീകരണത്തിന് അതിൻ്റെ വലിപ്പം തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കൂടാൻ പാടില്ല എന്നതാണ് നിയമം. സൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. Before the 91st Amendment Act in 2003, the size of the Council of Ministers was determined according to the exigencies of time and requirements. But with the 91st Amendment, an amendment was made that the Council of Ministers shall not be exceed 15% of total number of members of the House of the Parliament, Assembly in the case of the states. ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് മന്ത്രിസഭയെക്കുറിച്ചാണ്. ഇന്ന് 2 ചോദ്യങ്ങൾ കൂടി
ഉത്തരം എഴുതേണ്ടതുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തേത് റൈറ്റ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനിസ്റ്റേഴ്സ്, വിവിധ തരം മന്ത്രിമാരെക്കുറിച്ച് എഴുതുക. നെക്സ്റ്റ് റൈറ്റ് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയുടെ ധർമ്മങ്ങളെക്കുറിച്ച് എഴുതുക. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ്